ഹായ്. ഇന്നലെ സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു, നമ്മുടെ സ്ക്രിബ്ലിങ്ങിൻ്റെ സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു. ഇന്ന് കർവ് ലൈൻസ് ആണ്. ഈ ലൈൻസ് ഇന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യാന്നുള്ളതാണ്. കർവ് ലൈൻസ് എങ്ങനെയാണ് വരയ്ക്കണം എന്നുള്ളത് കാണിച്ചു തരാം. സ്ട്രെയിറ്റ് ലൈനും കർവ് ലൈനും കൂടെ ചേർത്തിട്ട് വേണം ഇനി അടുത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ. അതായത് സ്ട്രെയിറ്റ് ലൈൻ, കർവ് ലൈൻ, സ്ട്രെയിറ്റ് ലൈൻ, കർവ് ലൈൻ, ആ ഒരു ലെവലിലാണ് നിങ്ങൾ ഇനി പ്രാക്ടീസ് ചെയ്യേണ്ടത്. ശരിക്കും കർവ് ലൈൻസ് നമുക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഈ കൈയുടെ ഭാഗം പേപ്പറിൽ തൊടുന്നുണ്ട്. അടുത്ത പേപ്പറിൽ തൊട്ടിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഈ ലെങ്ത് കുറയും. ഇത് മാക്സിമം ഫാസ്റ്റായിട്ട് ചെയ്യാനുള്ളതാണ്, മാക്സിമം ഫാസ്റ്റായിട്ട് ചെയ്യണം. സോ ഇന്നത്തെ സ്ട്രൈറ്റ് ലൈൻസും കൂടെ ഇതിലൂടെ ആഡ് ചെയ്യാം. കർവ് ലൈൻ, സ്ട്രൈറ്റ് ലൈൻ, കർവ് ലൈൻ, സ്ട്രൈറ്റ് ലൈൻ, ഈ രീതിയിൽ. ഓക്കെ, ഇതാണ് കർവ് ലൈൻ വരയ്ക്കുന്നതിൻ്റെ ഒരു രീതി. ശരിക്കും നമ്മൾ ഈ പാട്ടുകാരൊക്കെ ശബ്ദവും സ്വരമൊക്കെ നന്നാവാൻ വേണ്ടിയിട്ട് നമ്മൾ അവരൊക്കെ ഈ സാധകം ചെയ്യുമ്പോഴാണ് ഇത്തരം സ്ക്രിബ്ലിങ്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ഇതിലേക്ക് വേണ്ടിയിട്ട് മെഡിറ്റേഷൻ പോലെ തന്നെ ഇത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.